ശരീരകോശങ്ങളെ നിർജീവമാക്കിയ ക്യാൻസറിനിടയിലും സുവിശേഷത്തിൻ്റെ അഗ്നി പടർത്തി നിത്യതയിലേക്ക് പറന്ന അയന ഐപ്പിൻ്റെ കല്ലറയിലേക്കാണ് ഇപ്പോൾ അനുഗ്രഹങ്ങൾ തേടി യുവജനങ്ങളെത്തുന്നത്. 1998 മാർച്ച് 8 തൊടുപുഴയിൽ കാരിക്കൽ ഐപ്പ് ഷിബി ദമ്പതികളുടെ 3 മക്കളിൽ രണ്ടാമത്തെയാളായാണ് അയനയുടെ ജനനം. ചെറുപ്പം മുതൽ ഈശോയോട് ചേർന്നുള്ള ജീവിതമാണ് അവൾ നയിച്ചിരുന്നത്. പഠനത്തിൽ മിടുക്കിയായ അയന സ്കൂൾ കാലം മുതൽ സിസ്റ്റർ ആകണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ആരാധനാ സന്യാസിനി സമൂഹത്തിൻ്റെ മഠത്തിൽ ചേർന്നു. ഈശോയോട് ചേർന്നുള്ള അവളുടെ ജീവിതവും പെരുമാറ്റവും പരിശീലന കാലഘട്ടത്തിൽ എല്ലാവരുടെയും പ്രിയപ്പെട്ടവളാക്കി മാറ്റി. ഒന്നാം ചരമവാർഷികം ആ ഒരു പ്രാധാന്യത്തിൽ മാത്രമല്ല നമ്മളിവിടെ ഈ ദിവസം ഈ തിരുക്രമത്തിൽ പങ്കെടുക്കുക. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട അയനയുടെ ചരമവാർഷിക ദിനമാണ്. സ്വർഗത്തിലെ 1ാമത്തെ പിറന്നാളാണ്. സാധാരണഗതിയിൽ ഒത്തിരി വേദനയോടുകൂടി ഈ ദിവസം ആയിരിക്കുന്ന കുടുംബാംഗങ്ങൾക്കുള്ളിൽ പോലും ഒത്തിരിയേറെ പ്രതീക്ഷയുള്ള ഒരു കാര്യം അയന നമ്മുടെ മുമ്പിൽ ജീവിച്ചു കാണിച്ചു തന്ന വിശ്വാസത്തിന്റെ മാതൃക നമുക്ക് കുറേയേറെ പ്രത്യാശ നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ സാധാരണ ഒരു വ്യക്തി നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഏറ്റവും പ്രിയപ്പെട്ടയാള് വേർപെട്ട് പോയ പോലെയുള്ള ഒരു വേദനയേക്കാൾ ഉപരിയായിട്ട് സ്വർഗത്തിൽ ദൈവത്തോടൊപ്പമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്കൊരു ഉറപ്പുള്ളത് കൊണ്ട് നമുക്ക് കുറച്ചുകൂടി പ്രതീക്ഷയോടുകൂടി വേദന ഉണ്ടെങ്കിലും സന്തോഷത്തോടു കൂടി ആയിരിക്കാനായിട്ട് സാധിക്കുന്നുവെന്നാണ് എന്റെ മനസ്സ് പറയുക. ഞാൻ ഒരു വളരെ വിചിത്രമായ ഒരു അനുഭവം പോലെയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ഈ തിരുക്കർമ്മം അനുഷ്ഠിക്കുക. അയന വേർപെടുന്നതിന് മുമ്പ്, മരിക്കുന്നതിന് മുൻപ് ഏതാനും നാളുകൾക്ക് മുൻപ് അയനയെ നന്നായിട്ട് കുമ്പസാരി ചുരുക്കുന്നതിന് വേണ്ടി ആരാധന മഠത്തിലെ സഹോദരിമാര് പരിശ്രമിച്ചിട്ട് അയന കുമ്പസാരിക്കുന്നതിനായിട്ട് ഒരു അച്ഛനെ കിട്ടാനായിട്ട് പ്രത്യേകമായിട്ട് പറഞ്ഞു. അങ്ങനെയാണ് അബിയും അതുപോലെയുള്ള യുദ്ധമായിട്ടുള്ള കുറെ സുഹൃത്തുക്കളൊക്കെ സൂചിപ്പിച്ചതനുസരിച്ച് അതിനെ കുറിച്ച് ഞാൻ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് കുമ്പസാരത്തിന്റെ അവസരത്തിലാണ്. കുമ്പസാരം വളരെ ഒരുങ്ങി അവളത് പൂർത്തീകരിച്ചു. അവൾ ആരാണെന്നുള്ള ആ ഒരു വ്യക്തിത്വം എന്താണെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തല് അവിടെ എനിക്ക് കിട്ടുകയാണ്. ഏതാനും നാളുകൾക്ക് ശേഷം അവളുടെ വേർപാടിന്റെ വാർത്തയാണ് എനിക്ക് അറിയാനായിട്ട് സാധിക്കുക. പക്ഷെ എനിക്കത് അയച്ചു തന്നിപ്പോൾ ആ ദിവസം ഞാൻ വേറൊരു പ്രോഗ്രാമിൽ മരിച്ചടക്കിന്റെ അന്ന് തന്നെ വേറൊരു കാര്യത്തിൽ എൻഗേജിലായിരുന്നു. അവിടെ ജസ്റ്റ് ഞാനിങ്ങനെ കണ്ടു, ആ കുട്ടി മരിച്ചു പോയല്ലോ എന്ന് ചിന്തിച്ചു. അതല്ലാതെ അടക്കം ഏത് ദിവസമാണെന്നോ ഒന്നും ശ്രദ്ധിക്കാനായിട്ട് പറ്റിയില്ല. അന്ന് അതിൽ പങ്കെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല. പക്ഷെ ഇന്ന് 1ാം ചരമവാർഷിക ദിനത്തില് യാദൃശ്ചികമായിട്ട് ഇത് ഓർമ്മിക്കുകയും അതോടൊപ്പം തന്നെ ഇന്ന് ബലിയർപ്പിച്ച് അവൾക്ക് വേണ്ടിയിട്ട് നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നത് ഒരു ദൈവിക നിയോഗം പോലെ, ലഭിച്ച ഒരു അനുഗ്രഹം പോലെ കരുതുകയാണ്. കാർലോ അക്വീനസിനെ കുറിച്ച് ഒത്തിരിയേറെ ശ്രദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോവുക. അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനാണ്, വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു. ഔദ്യോഗികമായിട്ടുള്ള വിശുദ്ധപദ പ്രഖ്യാപനമൊക്കെ മുൻപിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ അയനയുടെ ജീവിതവും കൂടി അതിനോട് ചേർത്ത് വെച്ച് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കുക. കാർലോ അക്വീനസിന്റെ അമ്മയ്ക്കുണ്ടായ ഒരു ദർശനത്തെ കുറിച്ച് ഈ ദിവസങ്ങളിലൊക്കെ പല റൈറ്റുകളും കാണാനായിട്ട് ഇടവന്നു. നിങ്ങൾ ഒരുപക്ഷെ അത് വായിച്ചിട്ടുള്ളതാണ്. അസിസി ലൂയിസ ഫ്രാൻസിസ് കാർലോ അക്വീനസിന്റെ അമ്മയ്ക്ക് ഒരു സ്വപ്നത്തിൽ ദർശനത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നിങ്ങളുടെ മകൻ, നിന്റെ മകൻ സ്വർഗത്തിലെ വിശുദ്ധിയുടെ അത്യുന്നതമായ ഒരു പദവിയിലേക്ക് ഉയർത്തപ്പെടും. അതിനുശേഷം വിശുദ്ധരുടെ ഒരു നീണ്ട നിര തന്നെ അടുത്ത ജനറേഷനിൽ ഉണ്ടാവും. അതിനുശേഷം വീണ്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ കാർലോ അക്വീനസിന്റെ മരണശേഷം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ അതുപോലെയുള്ള അനേകം പുണ്യാത്മാക്കൾ ജീവിച്ചിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അവരുടെ വേർപാടിന് ശേഷമാണ്. നമുക്ക് കാരിത്താസിലുള്ള ജോസഫ് എന്ന് പറയുന്ന കുട്ടി, അതുപോലെ തന്നെ അച്ഛന, അതുപോലെ തന്നെ അയന, അതുപോലെ എത്രയെത്ര വ്യക്തിത്വങ്ങൾ കുടുംബജീവിതം നയിച്ചിരുന്ന അനേകം, ഞാൻ അവരുടെ പേരുകൾ കൃത്യമായിട്ട് ഓർത്ത് എടുക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം അത്രയേറെ ആളുകൾ നമ്മുടെ ഇടയിൽ ഇതുപോലെ വിശുദ്ധ ജീവിതം നയിച്ചിരുന്നവര് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുക. വിശുദ്ധരുടെ ഒരു വസന്തം കൊണ്ട് കർത്താവ് സഭയെ അനുഗ്രഹിക്കുന്നു. അതിന്റെ ഒരു തുടക്കവും അതിന്റെ ഒരു തെളിവും അതിലുള്ള പങ്കുചേരലുമാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്ന് നമുക്ക് ഒത്തിരി സന്തോഷത്തോടെ, പ്രത്യാശയോടുകൂടി, പ്രതീക്ഷയോടുകൂടി നമുക്ക് ഓർമ്മിക്കാൻ സാധിക്കുന്ന ഒരു അനുഗ്രഹമാണ്. ഇന്നത്തെ സുവിശേഷത്തില് വിശുദ്ധരായിട്ട് ദൈവം തെരഞ്ഞെടുത്ത വ്യക്തികളില് അല്ലെ പുണ്യാത്മാക്കളില് ദൈവം പ്രവർത്തിക്കുന്ന ചില കാര്യങ്ങളാണ്. യാദൃശ്യമായിട്ടാണ് ഞാൻ ഇന്ന് ഏത് തിരുവചന ഭാഗമാണ് എടുക്കേണ്ടതെന്ന് നോക്കി സുവിശേഷം തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ ആ ഭാഗം അത് തന്നെയാണ്. ഞാൻ നോക്കിയപ്പോൾ അയനയുടെ ജീവിതവുമായിട്ട് ചേർത്ത് വെക്കുമ്പോൾ വളരെ വ്യക്തമായിട്ടുള്ള ചില കാര്യങ്ങൾ അതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവം തിരഞ്ഞെടുത്ത, എല്ലാവരെയും ദൈവം തിരഞ്ഞെടുത്തതാണ്.
എന്നാൽ പ്രത്യേകമായിട്ട് ദൈവത്തിന്റെ സ്വരം ശ്രമിക്കാൻ സാധിക്കുക പൂർണ്ണമായിട്ട് തന്നെ വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കാണ്. അങ്ങനെ വിട്ടുകൊടുത്ത വ്യക്തികളിൽ പൊതുവായിട്ട് കാണുന്ന 3 കാര്യങ്ങൾ ഇവിടെ സുവിശേഷത്തിൽ നിന്ന് പറയുക. ആ വ്യക്തികള് ഒരു സമർപ്പണം നടത്തിയിട്ടുണ്ടാവും, ദൈവത്തിന് പൂർണ്ണമായിട്ട് തന്നെ എന്തെങ്കിലുമൊക്കെ വിട്ടുകൊടുത്തിട്ടുണ്ടാവും. നമ്മുടെ അയനയുടെ ജീവിതത്തിൽ അത് വ്യക്തമായിട്ട് കാണാം. ആരാധന മണ്ഡലത്തില് അവൾ ചേരാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ, അവൾ ആ സന്യാസിനി സമൂഹത്തോട് ചേരാൻ മനസ്സുകൊണ്ട് തീരുമാനമെടുത്തപ്പോൾ തീർച്ചയായിട്ടും അത് പൂർണ്ണമായിട്ടുള്ള കൊടുക്കല. നമ്മൾക്ക് മാത്രമേ ഉള്ളൂ സിമ്പിൾ പ്രൊഫഷണൽ അല്ലെങ്കിൽ സാധാരണ വൃദ്ധവാഗ്ദാനവും പ്രഥമ വൃദ്ധവാഗ്ദാനവും അതുപോലെ നിത്യവൃദ്ധവാഗ്ദാനവും ഒക്കെ നമ്മുടെ ഇടയിൽ മാത്രമാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, കപ്പുച്ചി സഭയിൽ ഞാൻ ചേർന്നപ്പോൾ ആദ്യത്തെ വൃദ്ധവാഗ്ദാനം 1 വർഷത്തേക്കാണ്. അപ്പൊ ആ 1 വർഷത്തേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊരു കുറച്ചിൽ പോലെയാണ്. കാരണം എന്റെ ജീവിതം കൊടുക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കും. ഓരോ സമർപ്പിതരും പൂർണ്ണമായിട്ട് ജീവിതം കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരാ. അങ്ങനെ കൊടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവർക്ക് മുമ്പിൽ സഭ ഒരു നിയന്ത്രണം വെക്കുക, 1 വർഷത്തേക്ക് കൊടുത്താൽ മതി. കാരണം എന്താണ്, 1 വർഷം കഴിഞ്ഞിട്ട് തീരുമാനം മാറുകയാണെങ്കിൽ സ്വതന്ത്രമായിട്ട് ഇറങ്ങി പോകാനുള്ള അവസരം തരുന്നതുകൊണ്ടാണ്. സഭ ആരെയും അടിമത്തത്തിൽ തളച്ചിടുകയല്ല. സമർപ്പിത ജീവിതം ഒരിക്കലും അടിമത്തത്തിന്റെ ജീവിതമല്ല എന്നുള്ളതിന് തെളിവാണത്. പക്ഷെ അതിൽ ചേരുവാൻ ആഗ്രഹിക്കുന്നവർക്കോ ആ 1 വർഷം എന്ന് പറയുന്നത് വളരെ വേദനയുള്ള കാര്യമാണ്. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, 1 വർഷം എന്ന് പരസ്യമായിട്ട് പറഞ്ഞു, ഹൃദയത്തിൽ ഈശോയോട് പറഞ്ഞു, അത് നിത്യമായിട്ട് ഞാൻ തരുന്നത് തന്നെയാണ്. അത് ഓരോ സമർപ്പിതരുടെയും ഉള്ളിലെ അറിവും ആഗ്രഹവും അത് തന്നെയാണ്. ദൈവത്തിന് പൂർണ്ണമായിട്ട് കൊടുക്കാനായിട്ട് അയനെ തീരുമാനിച്ചത് SLBസിലേക്ക് അവൾ ചേരുന്ന അവസരത്തിലാണ്. ഇനി അത് അവളുടെ പൂർണ്ണമായിട്ടുള്ള സമർപ്പണത്തിന്റെ ബാഹ്യമായ അടയാളവും. പിന്നീട് അങ്ങനെ എടുത്ത വ്യക്തികളിൽ കാണുന്നത് 2 അടയാളങ്ങൾ ഉണ്ടാവും. അതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുക. ശിഷ്യത്വം, ത്യാഗം ആവശ്യപ്പെടുകയാണ്. അവരുടെ ജീവിതം ഒരു കുരിശിന്റെ വഴിയായിട്ട് മാറുകയാണ്. ഈശോയോട് പത്രോസ് ചോദിക്കുന്നുണ്ട്, നിന്നെ പ്രതി എല്ലാം ഉപേക്ഷിച്ച് ഞങ്ങൾ വരികയാണ്, ഞങ്ങൾക്ക് എന്താണ് കിട്ടുക? ഈശോ പറഞ്ഞ എല്ലാം ഉപേക്ഷിച്ചത് എന്തൊക്കെയാണോ അതിന്റെ 100 ഇരട്ടി കിട്ടും. പക്ഷേ അതിനോടൊപ്പം പീഡനവും വരാനുള്ള കാലത്ത് നിത്യജീവനമെന്ന് ഓർമ്മപ്പെടുത്തുക. ഈ 2 അടയാളങ്ങൾ, അതായത് പീഡനത്തിന്റെയും സഹനത്തിന്റെയും ഒരടയാളം ജീവിതത്തിൽ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഉപേക്ഷിച്ചത് എന്താണോ അതിന്റെ 100 ഇരട്ടി ലഭിക്കുന്ന ഒരടയാളവും ഉണ്ടാകും. അതാണ് നമ്മളെല്ലാവരും ഇവിടെ ആയിരിക്കുക. നമ്മൾ അയനയുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്, അവൾ പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവളുടെ ജീവിതം ഈശോയെ എടുത്ത് ഉപയോഗിക്കുക. പിന്നീട് ഒരിക്കലും നമുക്ക് നിയന്ത്രണമുള്ള ഒരു ജീവിതത്തിലൂടെയല്ല പരിശുദ്ധാത്മാവ് നടത്തുക. സമർപ്പണത്തിലേക്ക് ഒരിക്കൽ ഇതാ ഞാൻ നിന്റെ ദാസിയായിട്ട് എന്റെ ജീവിതത്തെ നിന്റെ കയ്യിലൊരു റോ മെറ്റീരിയൽ ആയിട്ട് എന്നെ സമർപ്പിക്കുന്നത് പറയുമ്പോൾ പിന്നീട് സംഭവിക്കുന്നത് ദൈവം തന്നെ ആ വ്യക്തിയെ എടുത്ത് ഉപയോഗിക്കുകയാണ്. അവരുടെ വഴികൾ പിന്നെ നമുക്ക് അവർക്ക് തന്നെ നിയന്ത്രണം ഉണ്ടാവണമെന്ന് വലിയ നിർബന്ധമില്ല. സഹനങ്ങളിൽ നിന്ന് സഹനങ്ങളിലേക്കായിരിക്കാം, ഒട്ടും പ്രതീക്ഷിക്കാത്ത ജീവിത അനുഭവങ്ങളിലൂടെ ആയിരിക്കാം. അതുകൊണ്ടാണ് ആരാധന മഠത്തിലേക്ക് അവിടെ പ്രവേശിക്കാനായിട്ട് ദൈവം അനുവദിച്ചു. പക്ഷെ അവിടെ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ രോഗാവസ്ഥകൾ അവിടെ പീഡിപ്പിക്കുന്ന സാഹചര്യങ്ങൾ വന്നു. പിന്നീട് സ്വന്തം രോഗം അല്ലെങ്കിൽ സ്വന്തം ആരോഗ്യത്തോടെയുള്ള ഒരു ജീവിതം പോലും സാധ്യമല്ലാത്ത രീതിയിൽ അവളുടെ നിയന്ത്രണത്തിൽ നിന്ന് മാറിയിട്ടുണ്ട്. ആ ജീവിതത്തെ കർത്താവ് എടുത്ത് ഒരു ഗതിവസ്തു പോലെ ഉപയോഗിക്കുകയാണ്. അവളുടെ നിയന്ത്രണത്തിലായിരുന്നില്ല, മറിച്ച് ഈശോയുടെ നിയന്ത്രണത്തിലായിരുന്നു അവൾ പിന്നീട് സഞ്ചരിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഒരു വിശുദ്ധീകരണമാണ്. സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും സഹനത്തിന്റെ തീച്ചുളയിൽ എന്ന് പറയുന്ന പോലെ കർത്താവിന് അവൾ പ്രിയപ്പെട്ടവളായിരുന്നുകൊണ്ട് അവളെ ദൈവം എടുത്ത് ഉരുക്കി വാർത്ത് അവളെ ജ്വലിക്കുന്ന ഒരു ദീപമായിട്ട്, ജ്വലിക്കുന്ന ഒരു പ്രതീകമായിട്ട്, സ്നേഹത്തിന്റെ ഒരു അടയാളമായിട്ട് മാറ്റുന്ന ആ പ്രവൃത്തിയായിരുന്നു അവിടെ കണ്ടത്. വീണ്ടും അടുത്ത അടയാളം ഇതാണ്, എന്താണോ ഉപേക്ഷിച്ചത് അതിന്റെ 100 ഇരട്ടി ലഭിക്കുമെന്നുള്ള കാര്യം. ഇന്ന് അവളെ സ്വന്തം ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന അനേകരും നമുക്കിടയിലുണ്ട്. നമുക്കറിയാം, ഉപേക്ഷിച്ചത് മാതാപിതാക്കളെ ആയിരിക്കാം. ആരാധന മഠത്തിലേക്ക് പോകുമ്പോൾ ഈശോ മാത്രം മതി എന്നുള്ള ഒരു രീതിയിലാണ് പോകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഉപേക്ഷിച്ചത് പ്രിയപ്പെട്ടവരെയാണ്. എന്നാൽ ഇന്ന് എത്രയോ സഹോദരങ്ങള് സ്വന്തം സഹോദരിയായിട്ട് അവളെ കരുതുന്നുണ്ട്. അവള് ഒരു കുടുംബത്തിലെ ഇടവകയിൽ ജനിച്ചു എന്ന് നമ്മൾ പറയുന്നുവെങ്കിലും ഇന്ന് നമ്മുടെ എല്ലാ കുടുംബത്തിലും ഒരു അംഗത്തെ പോലെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയാണ്. അവള് ഒരു കുടുംബത്തിലാണ് ജനിച്ചതെങ്കിൽ തിരുസഭ പതിയെ ഏറ്റെടുക്കുന്ന ഒരു പ്രവർത്തനം അവളുടെ ജീവിതത്തിലും അവളുടെ കബറിടത്തിലും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും.